നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നവീകരിച്ച ഹൈദരാബാദിലെ ഹൈടെക് സിറ്റി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജൂലൈ 17-ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. സെക്കന്ദരാബാദിലെ തണൽ മലയാളി സേവാ സമിതിയുടെ തണലോണം 2026 ആഗസ്റ്റ് 16-ന് 4 മണി മുതൽ RTC ക്രോസ് റോഡിലുള്ള TGSRTC കലാഭവനിൽ വെച്ച് നടത്തുന്നു. ഹൈദരാബാദിലെ പാവപ്പെട്ടവർക്ക് ഫ്ളാറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരം നൽകുന്ന ഇന്ദിരാമ ഭവന പദ്ധതി തെലങ്കാന സർക്കാർ ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ പവർ ട്രെയിൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജൂലൈ 17-ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹൈദരാബാദിലെ പ്രമുഖ മലയാളി സംഘടനകൾ ഈ വർഷത്തെ ഓണാഘോഷം കളറാക്കുന്നു. ഉടനടി LPG കണക്ഷനും എക്സ്പ്രസ് ഡെലിവറിയും ഒന്നിച്ചു നൽകുന്ന പദ്ധതിയായ ഭാരത് ഗ്യാസ് ലൈറ്റ് സിപ്പ് പുറത്തിറക്കി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ അതിവേഗ റെയിൽ ശൃംഖലയുടെ കേന്ദ്രമായി മാറാനൊരുങ്ങി ഹൈദരാബാദ്. വാർത്തകൾ വിശദമായി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി പ്രകാരം നവീകരിച്ച ഹൈദരാബാദിലെ ഹൈടെക് സിറ്റി റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജൂലൈ 17-ന് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. ബീഗംപേട്ട്, വാറങ്കൽ, കരിംനഗർ സ്റ്റേഷനുകൾക്ക് ശേഷം സംസ്ഥാനത്തെ പുനർവികസിപ്പിച്ച 4ാമത്തെ സ്റ്റേഷനായി ഹൈടെക് സിറ്റി മാറി. IT പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ, ഓഫീസ് ജീവനക്കാർ, ബിസിനസ്സുകാർ തുടങ്ങി ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിവസവും ഹൈടെക് സിറ്റി റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. പുതിയ ലിഫ്റ്റുകൾ, എക്സലേറ്ററുകൾ, 12 മീറ്റർ വീതിയുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് തുടങ്ങി ഒട്ടനവധി സൗകര്യങ്ങളാണ് സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സെക്കന്ദരാബാദിലെ തണൽ മലയാളി സേവാ സമിതിയുടെ തണലോണം 2026 ആഗസ്റ്റ് 16-ന് 4 മണി മുതൽ RTC ക്രോസ് റോഡിലുള്ള TGSRTC കലാഭവനിൽ വെച്ച് നടത്തുന്നു. പ്രശസ്ത സിനിമാ പിന്നണി ഗായകൻ ശ്രീ ഉണ്ണിമേനോനും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക് മെഗാഷോയും മറ്റ് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും. പരിപാടികൾ ആസ്വദിക്കുന്നതിനും ഒരു വൻ വിജയമാക്കി മാറ്റുന്നതിനും ഇരട്ട നഗരത്തിൽ നിന്നുള്ള എല്ലാ മലയാളി കുടുംബങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് പൊന്നൻ അറിയിച്ചു. ഹൈദരാബാദിലെ പാവപ്പെട്ടവർക്ക് ഫ്ളാറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരം നൽകുന്ന ഇന്ദിരാമ ഭവന പദ്ധതി തെലങ്കാന സർക്കാർ ആരംഭിച്ചു. ഗുണഭോക്താക്കൾ 10 വർഷമായി ഹൈദരാബാദിൽ താമസിക്കുന്നവരും വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിൽ കവിയാത്തവരും ആയിരിക്കണം. ORR പരിധിക്കുള്ളിൽ സ്വന്തമായി വീടോ ഫ്ളാറ്റോ പ്ലോട്ടോ ഇല്ലാത്തവരും മുൻപ് ഭവന ആനുകൂല്യങ്ങൾ കൈപ്പറ്റാത്തവരും ആയിരിക്കണം. ഫ്ളാറ്റിനായി ഗുണഭോക്താക്കൾ 4 ഗഡുക്കളായി 6 ലക്ഷം രൂപ സർക്കാരിന് നൽകേണ്ടി വരും. അതേസമയം സർക്കാർ 5 ലക്ഷം രൂപ സബ്സിഡിയും നൽകും. ഗുണഭോക്താക്കൾ ആഗസ്റ്റ് 10 വരെ മീസേവ അല്ലെങ്കിൽ ഹൗസിംഗ് ബോർഡ് വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ പവർ ട്രെയിൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജൂലൈ 17-ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഹരിയാനയിലെ ജിന്ദ് മുതൽ സോനിപത്ത് വരെയുള്ള 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള റൂട്ടിൽ സർവീസ് തുടങ്ങിയ ഈ പാസഞ്ചർ ട്രെയിനിന് നമോ ഗ്രീൻ റെയിൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ബ്രോഡ്ഗേജ് ഹൈഡ്രജൻ ട്രെയിൻ എന്ന റെക്കോർഡോടെയാണ് നമോ ഗ്രീൻ ട്രാക്കിൽ ഇറങ്ങിയത്. ഹൈഡ്രജൻ റെയിൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ജർമ്മനി, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നിരയിലേക്കാണ് ഇന്ത്യയും ഇതോടെ എത്തിയത്. ഹൈദരാബാദിലെ പ്രമുഖ മലയാളി സംഘടനകൾ ഈ വർഷത്തെ ഓണാഘോഷം കളറാക്കുന്നു. സംഗമം കലാ സാംസ്കാരിക കേന്ദ്രയുടെ പൊന്നോണ സംഗമം ആഗസ്റ്റ് 23-ന് ചക്രപുരം സിരി ഗാർഡൻസിൽ വെച്ച് ഉച്ചയ്ക്ക് 2 മുതൽ നടത്തപ്പെടുന്ന ഓണാഘോഷ പരിപാടികളിൽ കോഴിക്കോട് ടൈം ജോക്സ് അവതരിപ്പിക്കുന്ന ഗാനമേളയും കോമഡി ഷോയും ഉണ്ടായിരിക്കും. ഗാനമേള നയിക്കുന്നത് പ്രശസ്ത പ്ലേബാക്ക് സിംഗറും വയലിനിസ്റ്റുമായ ശ്രീ വിവേകാനന്ദനും സംഘവുമാണ്.
ശ്രീനാരായണ സോഷ്യോ എഡ്യൂക്കേഷണൽ അസോസിയേഷന്റെയും രാമചന്ദ്രപുരം SNDP ശാഖയുടെയും പൊന്നോണം ആഗസ്റ്റ് 23-ന് ലിങ്ങമ്പള്ളി SN റെഡ്ഡി ഗാർഡനിൽ വെച്ച് രാവിലെ 9 മുതൽ നടത്തുന്ന പരിപാടികളിൽ പ്രശസ്ത ഗായകൻ ശ്രീ അഭിജിത്ത് കൊല്ലവും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയും ഓണസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. രാമന്തപൂർ കേരള കലാ സാംസ്കാരിക സമിതിയുടെ ഓണാഘോഷം സെപ്റ്റംബർ 6-ന് ലിങ്ങാറെഡ്ഡി ഹാളിൽ വെച്ച് രാവിലെ 10 മുതൽ ആരംഭിക്കുന്ന പരിപാടികളിൽ പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന ഫൺ ഫെസ്റ്റിവൽ, ഇക്താരയുടെ ഏകപാത്ര നാടക മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ നിയോഗം എന്ന നാടകവും ഓണസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. കേരള സൗഹൃദവേദിയുടെ സൗഹൃദോണം സെപ്റ്റംബർ 6-ന് രാമചന്ദ്രപുരത്തുള്ള ശ്രീ ബാലാജി ഗാർഡൻസിൽ വെച്ച് രാവിലെ 9 മുതൽ ആരംഭിക്കുന്ന പരിപാടികളിൽ പ്രശസ്ത ഗായകൻ ശ്രീ സുമേഷ് ഐരൂരും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയും ഓണസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. മല്ലാപ്പൂർ അരുണോദയ കലാ സാംസ്കാരിക വേദിയുടെ പൊന്നോണം സെപ്റ്റംബർ 13-ന് സ്വാഗത കൺവെൻഷനിൽ വെച്ച് രാവിലെ 9 മുതലാണ് ആഘോഷ പരിപാടികൾ. കലാകായിക മത്സരങ്ങൾ, വിജ്ഞാനോത്സവം, തിരുവാതിരകളി, ഇക്താര നടത്തിയ ഏകപാത്ര നാടക മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ചെരുപ്പ് എന്ന നാടകവും ഓണസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. കുക്കട്പള്ളി നവോദയ മലയാളീസ് കൾച്ചറൽ അസോസിയേഷന്റെ ഓണം ഫെസ്റ്റ് സെപ്റ്റംബർ 13-ന് നൈന കൺവെൻഷൻ ഹാളിൽ വെച്ച് ഉച്ചയ്ക്ക് 3 മുതലാണ് പരിപാടികൾ. നിസാം അലി ലൈവ് സംഗീത പരിപാടിയും ഓണസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. ആത്മാ മലയാളി സേവാ സമിതിയുടെ നിറങ്ങൾ 2026 സെപ്റ്റംബർ 27-ന് ബോയൻപള്ളിയിലെ MMR ഗാർഡൻസിൽ വെച്ച് ഉച്ചയ്ക്ക് 2:30 മുതലാണ് പരിപാടികൾ. പ്രശസ്ത ഗായകൻ ശ്രീ D ശ്രീനിവാസനൊപ്പം കീബോർഡിസ്റ്റ് ശ്രീ സുശാന്ത് ആൻഡ് ടീം നയിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയും പല്ലാവൂർ ശ്രീകുമാർമാരാരും ശ്രീധരമാരാരും നയിക്കുന്ന പഞ്ചവാദ്യവും പാണ്ഡ്യമേളവും ഓണസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. ബോയൻപള്ളിയിലെ മലയാളീസ് വെൽഫെയർ അസോസിയേഷന്റെ ഓണാഘോഷം ഒക്ടോബർ 2-ന് MMR ഗാർഡൻസിൽ വെച്ച് രാവിലെ 10 മുതൽ ആരംഭിക്കുന്ന പരിപാടികളിൽ പ്രശസ്ത പിന്നണി ഗായകൻ പന്തളം ബാലനും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയും ഓണസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. ഉടനടി LPG കണക്ഷനും എക്സ്പ്രസ് ഡെലിവറിയും ഒന്നിച്ചു നൽകുന്ന പദ്ധതിയായ ഭാരത് ഗ്യാസ് ലൈറ്റ് സിപ്പ് പുറത്തിറക്കി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. BPCL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സഞ്ജയ് ഖന്നയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഭാരക്കുറവ്, തുരുമ്പ് പിടിക്കാത്ത ബോഡി, ഗ്യാസ് ലെവൽ കാണിക്കുന്ന ഇൻഡിക്കേറ്റർ, ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ, ഡിസൈൻ തുടങ്ങിയവയാണ് ഭാരത് ഗ്യാസ് ലൈറ്റ് സിപ്പിന്റെ പ്രത്യേകതകൾ. പദ്ധതി ആദ്യം മുംബൈയിലാണ് ആരംഭിക്കുക. ആഗസ്റ്റ് 15-നകം 24 സംസ്ഥാനങ്ങളിലായി 100 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും കമ്പനി അറിയിച്ചു. നിലവിൽ LPG കണക്ഷൻ ഇല്ലാത്തവർക്കും ഓർഡർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. രാജ്യത്തെ 3 പ്രധാന പൊതുമേഖലാ എണ്ണ കമ്പനികളും ഇത്തരത്തിലുള്ള സേവനം ആരംഭിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ അതിവേഗ റെയിൽ ശൃംഖലയുടെ കേന്ദ്രമായി മാറാനൊരുങ്ങി ഹൈദരാബാദ്. ഹൈദരാബാദിനെയും ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ അമരാവതിയെയും വെറും 70 മിനിറ്റിനുള്ളിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബുള്ളറ്റ് ട്രെയിൻ സർവീസ് കേന്ദ്രം പരിഗണിച്ചിട്ടുണ്ട്. ഇത് 2 സംസ്ഥാനങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം കുറയ്ക്കും. 8 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ അശ്വനി വൈഷ്ണവ് പറഞ്ഞു. ഹൈദരാബാദിനെ അമരാവതി, ചെന്നൈ, ബംഗളൂരു, പൂനെ, മുംബൈ എന്നീ സിറ്റികളുമായി ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽ ശൃംഖലയുടെ ഭാഗമാണിത്. തണൽ ഡെക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.